ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ സ്റ്റോക്ക് ന്യൂസ് ആൻഡ് മാർക്കറ്റ് അപ്ഡേഷൻ വീഡിയോയിലേക്ക് കിടക്കാം. 22 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ, അതായത് ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന കറക്ഷനെ നല്ല രീതിയിൽ റിക്കവർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ 3% കറക്ഷനാണ് ഉണ്ടായത്. അതിൽ ഏകദേശം 1% കറക്ഷൻ നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റിക്കവർ ആയതായിട്ട് കാണാം. കൂടാതെ നിഫ്റ്റി 50 ഇൻഡിസസിലെ പ്രധാനപ്പെട്ട ഇൻഡിസസുകളായിട്ടുള്ള നിഫ്റ്റി IT, അതുപോലെ തന്നെ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടറുകളെല്ലാം വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. നിഫ്റ്റി IT 3.36% ഗെയിനാണ് ഇന്നത്തെ ദിവസം കാണിച്ചത്. ഇനി ഇത്രയും നല്ല ഒരു റിക്കവറിക്ക് പിന്നിലെ റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ, അതായത് നമ്മൾ കഴിഞ്ഞ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ US സ്റ്റിമുലസിനെ കുറിച്ചുള്ള, അതായത് $900 ബില്യൺ ഒരു സ്റ്റിമുലസ് പാക്കിനെ കുറിച്ച് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിരുന്നു. ആ സ്റ്റിമുലസ് പാക്കിന് അനുകൂലമായി US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് വോട്ട് ചെയ്തതാണ് ഒരു പോസിറ്റീവ് ഫാക്റ്റ്. ഈ $900 ബില്യൺ ഈ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് പാക്കേജ് മാർക്കറ്റിൽ ആവശ്യത്തിന് ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ എക്കണോമിയിൽ നല്ലൊരു പോസിറ്റീവ് റിക്കവറിയും ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ, യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ട ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഒരു മാസ് വാക്സിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ക്രിസ്മസിന് ശേഷം ആയിരിക്കും ഒരു മാസ് വാക്സിനേഷനെ കുറിച്ചുള്ള വാർത്ത വരാൻ പോകുന്നത്. അതായത് COVID-19 വാക്സിൻ ഡെവലപ്പിംഗ് കമ്പനീസ് ആയിട്ടുള്ള ഫൈസറും അതുപോലെ തന്നെ BioNTech പുറത്തുവിട്ട ഇൻഫർമേഷനിൽ നിന്നാണ് ഇതിനെക്കുറിച്ചുള്ള സൂചന കിട്ടിയത്. ഈ ന്യൂസിൻ്റെ പിൻബലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലുമെല്ലാം നമ്മൾക്ക് നല്ല ഒരു പോസിറ്റീവ് റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൻ്റെ ഇൻഡിസസ് ആയിട്ടുള്ള ഫഡ്സ് നോക്കുകയാണെങ്കിൽ ഫഡ്സയിൽ 0.38% ഗെയിനാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക യൂറോപ്യൻ ഇൻഡിസസുകളും ഫ്ലാറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരുന്നു. ഇനി ഏഷ്യൻ ഇൻഡിസസുകളെല്ലാം ഇപ്പോഴും നെഗറ്റീവാണ്. ഇനി സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസുകളിലേക്ക് പോകാം. ഒന്നാമത്തെ സ്റ്റോക്ക് റിലേറ്റഡ് ന്യൂസ്, ഇൻഡിഗോ അതിൻ്റെ ഏകദേശം 4% ഹൈക്ക് അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ കറക്ഷൻ്റെ 4% റിക്കവർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണിച്ചു എന്നുള്ളതാണ്. അതായത് ഏവിയേഷൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. ആൾറെഡി നമ്മൾക്കറിയാം, ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഏവിയേഷൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് ന്യൂസ് കണ്ടതാണ്. അതായത് ഇംഗ്ലണ്ടിൽ COVID-19 സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒട്ടുമിക്ക ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏവിയേഷൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ്, ഈ ക്യാൻസൽ ചെയ്ത ഫ്ലൈറ്റുകളെ കുറിച്ചുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പുനർചിന്തനം 6 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് മാർക്കറ്റിന് ഒരു ഹോപ്പ് നൽകുന്ന ഒരു ന്യൂസാണ്. അതിൻ്റെ റിക്കവറി നമ്മൾക്ക് ഇയർലി ആയിട്ട് ഇൻഡിഗോയിൽ കാണാൻ സാധിച്ചു. ഇനി IT സെക്ടർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ IT സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. കൂടാതെ IT സെക്ടറിലെ ചില സ്റ്റോക്കുകളായിട്ടുള്ള HCL ടെക്, ഇൻഫോസിസ്, അതുപോലെ തന്നെ L&T ഇൻഫോടെക്, ബിർള സോഫ്റ്റ് എന്നീ സ്റ്റോക്കുകളെല്ലാം അതിൻ്റെ 52 വീക്ക് ഹൈയിലെത്തി. ഇനി മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ അല്പം വോളറ്റിലിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതായത് 27 ആയിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ വോളറ്റിലിറ്റി 22-നും താഴെ ആയിരിക്കും. ഇത് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലൈസ്ഡ് പെർഫോമൻസ് നമ്മൾക്ക് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ വരുന്നത് COVID-19 വാക്സിൻ ഡെവലപ്പിംഗ് കമ്പനിയായിട്ടുള്ള ഫൈസറും അതുപോലെ തന്നെ BioNTechൻ്റെയും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. അതായത് ഇംഗ്ലണ്ടിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന മ്യൂട്ടേഷൻ സംഭവിച്ച COVID-19 വൈറസിന് എഗനിസ്റ്റ് ആയിട്ടും നമ്മൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള വാക്സിൻ ഉപയോഗിക്കാം എന്ന് ഈ വാക്സിൻ്റെ പ്രൊഡ്യൂസിങ് കമ്പനിയായിട്ടുള്ള BioNTech പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതുകൂടാതെ മ്യൂട്ടേറ്റഡ് കൊറോണ വൈറസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ 6 ആഴ്ചകൾക്കുള്ളിൽ ഈ കമ്പനി നിർമ്മിക്കും എന്നുകൂടി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതിൻ്റെ റിക്കവറി നമ്മൾക്ക് ഗ്ലോബൽ മാർക്കറ്റിലും കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധിച്ചു. ഇനി മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് വിപ്രോയെ സംബന്ധിച്ചുള്ളതാണ്. അതായത് മെട്രോ AG എന്ന് പറയുന്ന ജർമ്മൻ കമ്പനിയുടെ IT വിങ് വിപ്രോ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ന്യൂസ്. ഏകദേശം $700 മില്യൺ ഡീലാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇത് പ്രകാരം മെട്രോ AGയുടെ ഏകദേശം 1300ഓളം സ്റ്റാഫുകളെ വിപ്രോയുടെ സ്റ്റാഫുകളായി മാറും. ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ആൾറെഡി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വിപ്രോയുടെ എക്സ്പാൻഷൻ പ്രോഗ്രാമിനെ കുറിച്ചും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.
ഇനി മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് ബിർള സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് ബിർള സ്റ്റോക്ക് ആൾറെഡി 52 വീക്ക് ഹൈയിലെത്തി. ഈ 52 വീക്ക് ഹൈയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട മൊമെൻറ്റം ബിർള സ്റ്റോക്കിൽ ഒരു 3 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വളരെ ഹെവി ആയിട്ട് ഏകദേശം 60 ലക്ഷത്തോളം ഷെയറുകൾ ബൈ ചെയ്തു എന്നുള്ളതാണ്. അതായത് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്, ആദിത്യ ബിർള സൺ ലൈഫ്, അതുപോലെ തന്നെ ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് എന്നീ 3 മ്യൂച്വൽ ഫണ്ടുകളാണ് 0.7% സ്റ്റേക്ക്, അതായത് ഓരോ കമ്പനിക്കും ബിർള സ്റ്റേക്കിൻ്റെ 0.7% സ്റ്റേക്ക് അക്വയർ ചെയ്തത്. ഇനി മറ്റൊരു ന്യൂസ് വന്നിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കമ്പനികൾ EOI, അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സംബന്ധിച്ചുള്ള ഡേറ്റകൾ പ്രോസസ്സ് ചെയ്യണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഷിപ്പിംഗ് കോർപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇയർലി ഇൻഡിക്കേഷനാണ്.